ഹലോ നമസ്കാരം. പ്രീമിയൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ കണ്ട ഒരു എഫക്റ്റ്, അതായത് ഇപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഒരു ക്ലിപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈവനിങ് ഫീൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സൺലൈറ്റിൻ്റെ ഈവനിങ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ്, അതായത് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് പ്രീമിയറിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇത് നോർമൽ ക്ലിപ്പ്, ഈ നോർമൽ ക്ലിപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഈവനിങ് സൺലൈറ്റിൻ്റെ കളർ വരുമ്പോൾ ചേഞ്ച് വരുന്ന ഒരു ക്ലിപ്പാണ് ഈ കാണുന്നത്. ഈ എഫക്റ്റ് എങ്ങനെയാണ് പ്രീമിയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. പുതിയൊരു പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഫയലിൽ വന്ന് ന്യൂവിൽ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ തൽക്കാലം ഈ ഒരു പ്രോഗ്രാം സേവ് ചെയ്യല്ല, ഞാൻ പുതിയൊരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ഈവനിങ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യാണ്. EVNG എനിക്കിഷ്ടമുള്ള പേര് കൊടുക്കാം, എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള പേര് ഞാൻ കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു സീക്വൻസ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യണം പുതിയൊരു സീക്വൻസ്. ഓക്കെ, Ctrl+I അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് വീഡിയോസ് ആണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ വീഡിയോസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ക്ലിപ്പും ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, പ്രസ് ചെയ്തു. ഇതിന് ശേഷം പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് നമുക്ക് രണ്ട് ക്ലിപ്പുകളും കണ്ട് നമുക്ക് ഇവിടുന്ന് കാണണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. രണ്ട് ക്ലിപ്പുകളും ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് വലിച്ചിടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ക്ലിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്ക് രണ്ടാമത് മറ്റു ക്ലിപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇവിടുന്ന് എഫക്ട്സ് കൺട്രോളിൽ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ഇത് എന്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഈ രീതിയിൽ സ്കെയിൽ ചെയ്ത് വെച്ചു. ഇതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഓഡിയോ എനിക്ക് ആവശ്യമില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ ഓഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അൺലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കീബോർഡിൽ ബാക്ക് സ്പേസ് അടിച്ചാലും കുഴപ്പമില്ല. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടുന്ന് ഈ ഒരു ഇതിൽ കണ്ടോ, നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചില ടൈമിലൊന്നും ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് കാണില്ല. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ രണ്ട് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ഐറ്റം എന്നൊരു ഓപ്ഷൻ കാണാം, ന്യൂ ഐറ്റം. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇങ്ങനെ കണ്ടില്ലെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഇവിടുന്ന് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത് 2017 വെർഷനാണ്, പുതിയ വെർഷനൊന്നും ആ ഒരു ഇത് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഈ ഒരു പേജിൻ്റെ ഇത് കണ്ടോ, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ലെയർ എന്നായിരിക്കും പറയാം, ന്യൂ ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലും ഇത് അറിയപ്പെടും. ഓക്കെ, പ്രീമിയറിലാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്കിതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടുന്ന് കളർ മേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കളർ മേറ്റ് എന്നൊരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കി പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു കളറാണോ ഈവനിങ്ങിന് വേണ്ടത്, നമുക്ക് ഏതൊരു കളറാണോ ഈവനിങ്ങിന് വേണ്ടത് ആ കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഏകദേശം ആ ഒരു കളർ ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഓറഞ്ച് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഈവനിങ്ങിൻ്റെ ആ ടൈമിൽ വന്ന ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഓറഞ്ചും യെല്ലോയും ചേർന്നൊരു കളർ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ആ കളർ ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ BB6703. ഓക്കെ, ഈ ഒരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കളർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം, കറക്റ്റായിട്ടുള്ള കളറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കളർ മേറ്റിൻ്റെ എന്തായി വന്നിട്ടുണ്ട്, ഒരു വിൻഡോ പോലെ, ജസ്റ്റ് ഒരു കളർ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കളർ മേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ പോലെ ഇത് ക്രിയേറ്റ് ആവും. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ പ്രത്യേകതയ്ക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യല്ല കേട്ടോ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യുമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ചുമ്മാ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഒപ്പാസിറ്റിയിലേക്ക് വന്നിട്ട് നോക്കി ക്രിയേറ്റ് എലിപ്സ് മാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ക്രിയേറ്റ് 4 പോയിൻ്റ് പോളിഗൺ മാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ ഡ്രോ ബീസിയർ ഉണ്ട്. അതായത് പെൻ ടൂൾ വെച്ച് നമുക്ക് മാസ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫ്രീ ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ ആവശ്യം എന്താണ്, നമുക്കിപ്പോൾ
ക്രിയേറ്റ് ക്ലിപ്പ് മാസ്ക്കാണ് എനിക്ക് ആവശ്യം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി കണ്ടോ, ഒരു റൗണ്ടിൻ്റെ ഇതിൽ എന്തായി വന്നിട്ടുണ്ട്, ആ ക്ലിപ്പ് മാസ്ക് എന്തായിട്ടുണ്ട് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എവിടെയാണോ നമുക്ക് ഈ ഒരു സൺലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് വേണ്ടത്, ചില ടൈമിൽ ഇവിടെ ആയിരിക്കും വേണ്ടത്, ചില ടൈമിൽ ഇവിടെ ആയിരിക്കും വേണ്ടത്, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വച്ചു കൊടുക്കാൻ സാധിക്കും. എവിടെയാണോ ആ സൺലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് ഫെദർ എന്നിങ്ങനെ ഓപ്ഷൻ കാണാം. മാസ്ക് ഫെദറിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസ്കിൻ്റെ ഫെദർ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മാസ്ക് ഒപ്പാസിറ്റിയിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. മാസ്ക് എക്സ്പാൻഷനിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടോ ഈ രീതിയിൽ കൂട്ടി കൊടുക്കുകയാണ്. എന്തോരം നമുക്ക് ഇവിടുന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ, അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലിപ്പുകൾക്ക് കുറച്ച് ഡേ കൂടുതലാണ്, മീൻസ് ആ ഒരു ഡേയുടെ ലൈറ്റ് കൂടുതലാണ്. നിങ്ങൾ ഏത് വീഡിയോ ക്ലിപ്പാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ക്ലിപ്പിന് എന്ത് ചെയ്ത് അനുസരിച്ച് എന്ത് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് എക്സ്പാൻഷനും മാസ്കിൻ്റെ ഫെദറൊക്കെ എന്ത് ചെയ്യുക, കൂട്ടി കൊടുത്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇത് ഇത്രയും വേണ്ട, ഞാൻ ഇവിടെ നിന്ന് എക്സ്പാൻഷനും ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നമുക്കിത് ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് മോഡ് എന്നിങ്ങനെ ഓപ്ഷൻ കാണാം. അതായത് ഒപ്പാസിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് മോഡ് എന്നിങ്ങനെ ഓപ്ഷൻ കാണാം. ഇത് നോർമലാക്കി എടുക്കുന്നത്. ഈ നോർമൽ മാറ്റി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ലീനിയർ ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോർമൽ മാറ്റി ലീനിയർ ഡോഡ്ജ് ആക്കാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇതിൻ്റെ കളർ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ഈവനിങ് ഫീലിലേക്ക് എന്താവും ഈ സംഭവം ചേഞ്ച് ആവും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ലെയർ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഹൈഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അത് ഡെയിലി നിന്ന ഒരു ക്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഫക്റ്റും ഇല്ലാതെ നമുക്ക് എഫക്റ്റ് ഇല്ലാതെ എന്നല്ല, നമ്മൾ പ്ലഗിൻസുകൾ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈവനിങ് ഫീലിലേക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് ലൂമെട്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലൂമെട്രിക്കിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് ഇവിടുന്ന് കർവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കർവ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആ ഒരു ഈവനിങ്ങിൻ്റെ ഫീലിലേക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കളറിങ്ങിൻ്റെ ചേഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ യെല്ലോ ആണ് കൂടേണ്ടത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ മാത്രം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, കൂട്ടി കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളറിലേക്ക് നമുക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇതിനെ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ കളർ വീലിലേക്ക് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു ഈവനിങ് ഫീലിലേക്ക്, അതായത് ഇപ്പോൾ ആ ഒരു യെല്ലോ കളർ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടണമെങ്കിൽ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടണമെങ്കിൽ കൂട്ടാം, നിർബന്ധമൊന്നുമില്ല. നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒരു ഹാങ് ഇല്ലാത്ത രീതിയിൽ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്, ഞാൻ ഇവിടുന്ന് എൻ്റർ പ്രസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഷോ ചെയ്യാണ്, മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടുന്ന് ഷോ ചെയ്തു കണ്ടോ. ആ ഒരു ജെർക്കിങ് ഉണ്ടാവുക സിസ്റ്റത്തിനുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്തോരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് മാറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് ഇടാണ്, ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഇടാണ്. ഓക്കെ, ഈ വീഡിയോ ക്ലിപ്പ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ക്ലിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് കളർ മേറ്റിൻ്റെയും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും പ്രത്യേകത. ഓക്കെ, നമുക്ക് എന്തോരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വലിച്ചിടാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എഫക്ട്സ് കൺട്രോളിൽ എഡിറ്റിങ്ങിൽ എഫക്ട്സ് കൺട്രോളിൽ ഇതിൻ്റെ ഇതെന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തു, വീഡിയോ ക്ലിപ്പിന് സ്കെയിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, കളർ മെറ്റീരിയലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇപ്പോൾ കണ്ടോ, ഇവിടെ നോക്കി ഇതിന് പറ്റിയൊരു ഒരു ക്ലൈമറ്റ് അല്ലാതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാസ്കിൻ്റെ ഫെദർ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിപ്പുകൾക്ക് അനുയോജ്യമായ എഫക്റ്റുകൾ കണ്ടോ, അതായത് കളറുകൾ കണ്ടോ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ലെയർ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ വിഷ്വലിലേക്ക് പോകും. ലെയർ ഷോ ചെയ്യുകയാണെങ്കിൽ എന്താവും, നമ്മൾ ചെയ്തൊരു വിഷ്വലിലേക്ക് വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനും ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്, ലാഗ് ഇല്ലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലാഗില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് പ്രീമിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നോക്കി ആ ഒരു വീഡിയോയുടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോയ്ക്ക് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു എൻ്റർലി ലുക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്ലഗിൻസുകൾ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരു എൻ്റർലി ലുക്കിങ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരു ഈവനിങ് ലുക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.